ഹായ് സ്റ്റുഡൻസ്, ഫോക്കസ് സ്പെഷ്യൽ ട്യൂഷൻ സെന്റർ നടത്തുന്ന ഫോക്കസ് ഓൺലൈൻ മൈക്രോ ടിപ്സ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സുഷ. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ഒരു കുഞ്ഞു ഗ്രാമർ പോർഷനാണ്, ലെഗിന്റെ പ്രയോഗം. ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. 4 ഓപ്ഷൻ തന്നിട്ട് ലെഗ് ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്നിട്ട് അതിൽ നിന്ന് കറക്റ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനായിട്ട് പറയും. അതിൽ ലെഗിന്റെ ഗ്രാമർ പോർഷനുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ആ ലെഗിന്റെ പ്രയോഗം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ആ 4 ഓപ്ഷനിൽ നിന്ന് ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റൂ, തിരഞ്ഞെടുക്കാനായി പറ്റൂ. അപ്പോൾ നമ്മളിവിടെ ലെഗിന്റെ പ്രയോഗം പഠിക്കുകയാണ്. ലെഗ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക എന്നാണ്. ലെഗ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങുക എന്നാണ്. ലെഗിന്റെ അർത്ഥം ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങുക. നമ്മൾ ഏതൊരു കാര്യത്തിനും തുടക്കം കുറിക്കുന്നതിനെയാണ് ലെഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരംഭം കുറിക്കുക അല്ലെങ്കിൽ തുടക്കം കുറിക്കുക. ലെഗ് പ്രയോഗിക്കുന്നത് ആദ്യം ശ്രദ്ധിക്കണം. എന്താണ് ലെഗ് എന്ന് ചോദിച്ചാൽ ഒരു പ്രവൃത്തിയുടെ ആരംഭത്തെ സൂചിപ്പിക്കുന്നു. ഒരു പ്രവൃത്തിയുടെ ആരംഭത്തെ സൂചിപ്പിക്കാനാണ് ലെഗ് പ്രയോഗിക്കുന്നത്. അടുത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ലെഗ് പ്രയോഗിക്കുന്ന വാക്യത്തില് സബ്ജക്റ്റിനോടൊപ്പം ഒരു പ്രത്യയവും ചേർക്കാൻ പാടില്ല. സബ്ജക്റ്റിനോടൊപ്പം ഒരു വിഭക്തി പ്രത്യയവും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭക്തി പ്രത്യയങ്ങൾ എന്താണെന്ന് അറിയാം. നേ, കോ, സേ, മേം, പർ ഇതുപോലുള്ള സാധനങ്ങളാണ് ഇത് വിഭക്തി പ്രത്യയങ്ങൾ. സബ്ജക്റ്റ് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് രാമൻ സബ്ജക്റ്റ് ആണ്. രാമനോടൊപ്പം നേ എന്നോ കോ എന്നോ സേ എന്നോ ഒന്നും ചേർക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് രാംനെ, രാംസേ, രാംകോ എന്ന് പറയില്ല. രാമൻ എന്ന് മാത്രമേ പറയൂ. ലെഗ് പ്രയോഗിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിനോടൊപ്പം ഏതെങ്കിലും വിഭക്തി പ്രത്യയം ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അത് പാടില്ല. മൂന്നാമത്തെ നിയമം, ലെഗ് പ്രയോഗിക്കുമ്പോൾ വെർബിനോടൊപ്പം നേ പ്രത്യയം ഉണ്ടായിരിക്കണം. ആദ്യം പറഞ്ഞത് ലെഗ് ആരംഭത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് എന്താണ്? സബ്ജക്റ്റിനോടൊപ്പം വ്യക്തി പ്രത്യയം ചേർക്കാൻ പാടില്ല. എന്നാൽ മൂന്നാമത് പറഞ്ഞു ആ സെന്റൻസിന്റെ വെർബിനോടൊപ്പം ക്രിയയോടൊപ്പം നേ പ്രത്യയം ചേർക്കണം. ഇപ്പൊ ഒരു വെർബ് പറഞ്ഞ പഠെന്ന് പറയാം, പഠ്ന പഠിക്കുക, ലിഖിന എഴുതുക. അതില് ആ പഠ്ന എന്നുള്ളത് ലെഗ് പ്രയോഗിക്കുമ്പോൾ എന്തായി മാറും? പഠ്നെ, ലിഖിനെ, ഖാനെ, ജാനെ, ഗാനെ ഇങ്ങനെയൊക്കെ പറയും. അതാണ് വെർബിനോടൊപ്പം നേ ചേർക്കുക എന്ന് പറയുന്നത്. വെർബിനോടൊപ്പം എന്ത് ചേർക്കണം? നേ ചേർക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. നാലാമത്തത്, കർത്താവിന്റെ ലിംഗവചനമനുസരിച്ച്, അത് കർത്താവ് സബ്ജക്റ്റ് ലിംഗവചനമനുസരിച്ച് ഫീമെയിൽ ആണോ മെയിൽ ആണോ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളതിനനുസരിച്ച് ലെഗ എന്നും പിന്നെയോ ലെഗേ എന്നും ലെഗി എന്നും ലെഗീം എന്നും ചേർക്കുന്നു എന്നാണ്. അപ്പോ കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ച് ലെഗ, ലെഗേ, ലെഗി, ലെഗീം ചേർക്കുന്നു. ഒന്നുകൂടെ പറയാം. ലെഗിന്റെ പ്രയോഗം, ലെഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിന്റെയും ആരംഭം കുറിക്കാൻ പോകുന്നതിനെ സൂചിപ്പിക്കും, തുടങ്ങുന്നതിനെയാണ്. രാമൻ പാടാൻ തുടങ്ങി, സീത നൃത്തം ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിന്റെയും ആരംഭത്തെ കുറിക്കുകയാണ്. അപ്പോ അതില് ആദ്യം ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിനോടൊപ്പം ഒരു വിഭക്തി പ്രത്യയവും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത് വെർബിനോടൊപ്പം ക്രിയയോടൊപ്പം നേ പ്രത്യയം ഉണ്ടോ എന്ന് നോക്കണം. ലെഗ് പ്രയോഗിക്കുന്നതിന് മുമ്പ് വരുന്ന ക്രിയയോടൊപ്പം നേ ഉണ്ടോ എന്ന് നോക്കണം. മൂന്നാമത് കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ച്, അത് സിംഗുലറോ പ്ലൂറലോ ഫീമെയിലോ മെയിലോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ലെഗ, ലെഗേ, ലെഗീം, ലെഗീം എന്നിങ്ങനെ വാക്യം അവസാനിക്കണം. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലഡ്ക എന്ന് പറയുന്നത് ഖേൽനെ ലഗ, ലഡ്ക ഖേൽനെ ലഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൺകുട്ടി കളിക്കാൻ തുടങ്ങി എന്നാണ്. അപ്പൊ അതില് മെയിലാണ്. ലഡ്ക എന്താണ്? മെയിലാണ്. മെയിൽ എന്ന് പറയുമ്പോൾ ഹിന്ദിയിലെ പുല്ലിംഗ് എന്നാണ് പറയുന്നത്. അതുമല്ല, ഒരാളെ ഉള്ളൂ. ലഡ്ക ആരേ ഉള്ളൂ? ഒരാളെ ഉള്ളൂ. അപ്പൊ അത് ഏകവചൻ. പുല്ലിംഗവും ആണ് ഏകവചനവുമാണ്. പുല്ലിംഗവുമാണ് ഏകവചനവുമാണ്. അതുകൊണ്ട് ലെഗ എന്ന് വന്നു. ലഡ്ക ഖേൽനെ ലെഗ എന്ന് വന്നു. ലെഗായ്ക്ക് തൊട്ടു മുമ്പ് എന്തുണ്ടോ എന്ന് കൂടി നോക്കണം. നേ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നേ ഉണ്ട്, കണ്ടല്ലോ എഴുതിയിരിക്കുന്നത്. ലഡ്ക ഖേൽനെ ലെഗ. ലഡ്ക ആയതുകൊണ്ടാണ് ലെഗ വന്നത്. നെക്സ്റ്റ് സെന്റൻസില് ലഡ്കെ ഖേൽനെ ലെഗേ. ലഡ്കെ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞ ലഡ്ക എന്ന സിംഗുലർ രണ്ടാമത്തെ സെന്റൻസിലെ പ്ലൂറൽ ആയി മാറി, ആൺകുട്ടികളായി മാറി. അപ്പോൾ ലെഗിന്റെ പ്രയോഗം എങ്ങനെയായി? ലെഗേ എന്നായി. ലെഗ് എങ്ങനെയായി? ലെഗേ. അതെന്താണ്? പുല്ലിംഗമാണ്.
പക്ഷേ സിംഗുലർ മാറി അവിടെ എന്തായി? പ്ലൂറലായി, ബഹുവചനമായി. അടുത്ത് ലഡ്കി ഖാനെ ലഗി. ലഡ്കി ഖാനെ ലഗി, അവിടെ ഫീമെയിൽ ആണ്, പെൺകുട്ടി കഴിക്കാൻ തുടങ്ങി എന്നാണ്. അപ്പോ പെൺകുട്ടി ആയതുകൊണ്ട് സ്ത്രീലിംഗമാണ്. പിന്നെ എന്താണ്? അവൾ ഒരാളെ ഉള്ളൂ, ഏകവചനവുമാണ്. അപ്പോ ലഗ് എന്തായി മാറി? ലഗി ആയി മാറി. ഫീമെയിൽ ആണെങ്കിൽ അപ്പൊ എന്താകണം എന്ന് അറിയണം നമ്മൾ, ലഗി എന്ന് വരണം. അപ്പോ മെയിൽ ആണെങ്കിൽ ലഗ, ആ മെയിൽ തന്നെ സിംഗുലർ മാറി പ്ലൂറൽ ആയി കഴിഞ്ഞാൽ ലഗെ. ഇനി ഫീമെയിൽ ആണെങ്കിൽ ലഗി. ഇനി ഫീമെയിൽ തന്നെ ഏകവചനം മാറി ആ ഫീമെയിലിന്റെ ബഹുവചനം വന്നാലോ? ലഡ്കിയാം. ദൗഡിനെ ലഗീം. ലഗീം എന്നുള്ളിടത്ത് ഒരു ഡോട്ട് ഉണ്ട്, ഒരു കുത്തുണ്ട്, കണ്ടോ? ലഡ്കിയാം ദൗഡിനെ ലഗീം എന്ന് വന്നു. അതാണ് ആ പ്രത്യേകത. ഇതാണ് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി എക്സാമിന് ചോദിക്കുന്നത് സഹി വാക്യ ചുൻകർ ലിഖേ എന്നാണ്. കറക്റ്റായ ആൻസർ തിരഞ്ഞെടുക്കുക, കറക്റ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ്. അതില് 4 ഓപ്ഷൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഗംഗി പാനി ഫർന ലഗേ, ഗംഗി പാനി ഫർനി ലഗ, ഗംഗി പാനി ഫർനെ ലഗി, ഗംഗി പാനി ഫർനെ ലഗ. ഇതില് 4 ഓപ്ഷനില് ഒരു ലഗ് എന്ന് പറയുന്ന എന്താണ് ഗ്രാമർ പോർഷന്റെ നിയമങ്ങൾ പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ആ കുട്ടിക്ക് മനസ്സിലാകും എന്താണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന്. അല്ലാതെ അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ എടുക്കാൻ പറ്റൂ. കാരണം ആദ്യം കുട്ടി മനസ്സിലാക്കിയിരിക്കണം ലഗ് ഒരു സെന്റൻസിൽ പ്രയോഗിക്കുമ്പോൾ ആ സെന്റൻസിലെ സബ്ജക്റ്റിനോടൊപ്പം പ്രത്യയം പാടില്ല എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് കുട്ടി മനസ്സിലാക്കേണ്ടത് ലഗ് പ്രയോഗിക്കുമ്പോൾ വെർബിനോടൊപ്പം നേ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ മൂന്നാമത് കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ച് ലഗ് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നമ്മുടെ സബ്ജക്റ്റ് എല്ലാം ആര് തന്നെയാണ്? ഗംഗിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഫീമെയിൽ ആണ്, സ്ത്രീലിംഗമാണ്. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കർത്താവ് സബ്ജക്റ്റ് ആയ ഗംഗിയോടൊപ്പം എന്തെങ്കിലും വിഭക്തി പ്രത്യയം ഉണ്ടോ? ഇല്ല. അടുത്ത് മനസ്സിലാക്കണം ലഗിന് തൊട്ടു മുമ്പ് ഏത് സെന്റൻസിലാണ് നേ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കണം. ആദ്യത്തെ സെന്റൻസ് നോക്കാം. ഗംഗി പാനി ഫർന ലഗേ. ആ സെന്റൻസില് ലഗ് ഉണ്ട്, പക്ഷെ ഗംഗിയാണ് സബ്ജക്റ്റ്, ഒരാളെ ഉള്ളൂ. ലാസ്റ്റ് എന്താ വന്നിരിക്കുന്നത്? ലഗയാണ്. അത് പോയിട്ട് അവിടെ തെറ്റാണ്. എന്താണ്? നേ അല്ല വന്നിരിക്കുന്നത്. അപ്പൊ എന്തല്ല ആ സെന്റൻസ്? എന്തല്ല? ശരിയല്ല, തെറ്റാണ്. അടുത്ത രണ്ടാമത്തെ സെന്റൻസ് ഗംഗി പാനി ഫർനി ലഗ. ഗംഗിയാണ്, സ്ത്രീലിംഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീലിംഗം വന്നു കഴിഞ്ഞാൽ ഈ അടയാളം വേണം. ലഗ് എന്തായി മാറും? ലഗിയാവും. അപ്പൊ ആ സെന്റൻസ് അവസാനം ലഗായാണ് വന്നിരിക്കുന്നത്. അത് പോയിട്ട് നേ പ്രത്യയം തൊട്ടു മുമ്പ് വെർബിനോടൊപ്പം ഇല്ല. അപ്പോ ആ സെന്റൻസും തെറ്റാണ്. മൂന്നാമത് പറഞ്ഞു ഗംഗി പാനി ഫർനെ ലഗി. ഗംഗി പാനി ഫർനെ ലഗി. ആ സെന്റൻസിനകത്ത് ഗംഗി ഫീമെയിൽ ആണ്, സ്ത്രീലിംഗമാണ്. ഫർനെ ലഗിന് തൊട്ടു മുമ്പ് നേ ഉണ്ട്. പിന്നെ എന്ത് വന്നിട്ടുണ്ട്? ലഗി വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഗംഗി പാനി ഫർനെ ലഗി എന്നാണ്. നാലാമത്തെ ഓപ്ഷൻ ഗംഗി പാനി ഫർനെ ലഗ. നമുക്ക് ഇനി അറിയാം നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. നാലാമത്തെ ഓപ്ഷൻ നമ്മുടെ ആൻസർ അല്ല. കാരണം ഗംഗിയാണ്, ഫീമെയിൽ ആണ്, ലഗ എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ നേ ഉണ്ട്, പക്ഷെ അവിടെ വന്നിരിക്കുന്ന ലഗായാണ്. അത് എന്നാണ് മെയിലിനാണ്. മെയിൽ വരുമ്പോഴാണ്, ഏത് സബ്ജക്ട് വരുമ്പോഴാണ് ലഗ പ്രയോഗിക്കുന്നത്. അപ്പോ ലഗിന്റെ പ്രയോഗം ചെയ്യുമ്പോൾ ആദ്യം ഒരു കുട്ടി സബ്ജക്റ്റിനോടൊപ്പം വിഭക്തി പ്രത്യയവും ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് കുട്ടി മനസ്സിലാക്കേണ്ടത് വെർബിനോടൊപ്പം നേ പ്രത്യയം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. മൂന്നാമത് മനസ്സിലാക്കണം കർത്താവിന്റെ ലിംഗവചനം അനുസരിച്ച് ലഗിന്റെ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ലഗ് മാറണം. ഒരാളെ ഉള്ളൂ, സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ ലഗ. സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ലഗേ. സബ്ജക്റ്റ് സ്ത്രീലിംഗമാണ് എങ്കിൽ ലഗി. സബ്ജക്റ്റ് സ്ത്രീലിംഗവുമാണ്, ഒന്നിൽ കൂടുതൽ എന്താണ് സ്ത്രീലിംഗം വാക്കുകൾ ഉണ്ട് എങ്കിൽ അവിടെ എന്താണ്? ലഗി എന്ന് വരും. അപ്പോ സബ്ജക്റ്റ് പുല്ലിംഗവുമാണ്, ഏകവചനവുമാണെങ്കിൽ ലഗ. സബ്ജക്റ്റ് പുല്ലിംഗവുമാണ്, ബഹുവചനവുമാണെങ്കിൽ ലഗേ. സബ്ജക്റ്റ് സ്ത്രീലിംഗവുമാണ്, ഏകവചനവുമാണെങ്കിൽ ലഗി. സബ്ജക്റ്റ് സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ ലഗി. ഇത്രയും ഒരു നിയമം മനസ്സിലാക്കി കഴിയുമ്പോൾ ലഗ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ ഉള്ളതാണ്. 1 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് ആ ഓപ്ഷനിൽ എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. 3 കാര്യങ്ങൾ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി.
നെക്സ്റ്റ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പോസ്റ്റർ എഴുതാനാണ്. പോസ്റ്റർ എഴുതുക 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാ പ്രാവശ്യവും ഒരു പോസ്റ്റർ എഴുതാൻ കാണും. ഏതെങ്കിലും ഒരു പോസ്റ്റർ എഴുതാനായിട്ട് ഏതെങ്കിലും ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കും. അപ്പോൾ പോസ്റ്റർ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വലിച്ചു വാരി എന്ത് ചെയ്യരുത്, പോസ്റ്റർ എഴുതണ്ട. പോസ്റ്റർ എഴുതാൻ ഒരു A4 സൈസ് പേപ്പറിലാണ് എഴുതുന്നതെങ്കിൽ അതിന്റെ മിനിമം ഒരു 1/2 പേജെങ്കിലും പോസ്റ്റർ എഴുതാനായിട്ട് എടുക്കണം. അല്ല ഒരു സൈഡിൽ കൊണ്ടുവന്ന് കുഞ്ഞായിട്ട് വരച്ചെഴുതേണ്ട ഒരു സാധനം അല്ല. ഒരു 1/2 പേജെങ്കിലും, മാക്സിമം 1 പേജ് ഫുള്ളിൽ നിറച്ചെഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ആ 1 പേജ് ഫുള്ളിൽ ഞാൻ ഒരു ബോക്സിനകത്ത് ഇത് എഴുതി എന്ന് പറഞ്ഞ് അതിനകത്ത് വലിച്ചു വാരി കാര്യങ്ങൾ കുത്തിഞ്ഞെരുക്കാൻ പാടില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ ഒരു അട്രാക്ഷൻ ഉണ്ടാവണം. കാണുന്നവർക്ക് അത് എടുത്ത് നോക്കുമ്പോൾ എന്തുണ്ടായിരിക്കണം, അതിനകത്ത് കാഴ്ചക്കാർക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു പോസ്റ്റർ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിനിമം ഒരു 1/2 പേജെങ്കിലും പോസ്റ്റർ എഴുതാനായിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മളിപ്പോൾ പോസ്റ്റർ എഴുതുമ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തരുന്ന ക്വസ്റ്റ്യനകത്ത് തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ക്വസ്റ്റ്യനകത്ത് തന്നെ കാണും. ഒരു 2-3 ലൈൻസ് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കിയെല്ലാം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്വസ്റ്റ്യനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പോയിന്റ്സ് നമുക്ക് കിട്ടും. പോസ്റ്ററിനകത്ത് എഴുതാനുള്ള പോയിന്റ്സ് ക്വസ്റ്റ്യനകത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടും. പെൻസിൽ ഉപയോഗിച്ച് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന ആൻസർ ഷീറ്റിന് ഓൾറെഡി ഒരു മാർജിൻ കാണും. അത് പോയിട്ട് അകത്തൊരു 4 സൈഡും വരച്ച് മറ്റുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്ന രീതിയിൽ ഒരു ബോക്സിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പോസ്റ്റർ എഴുതണം. പരമാവധി വലുതായിരിക്കണം എഴുതുന്നത്. ഹെഡിങ്ങുകളൊക്കെ എഴുതുന്നത് വലുതായിട്ട് എഴുതുക. എഴുതേണ്ട സെന്റൻസ് ചെറുതാക്കേണ്ടത് ചെറിയ സെന്റൻസ് എഴുതുക. ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അട്രാക്ഷൻ വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അത് വലുതായിട്ട് തന്നെ ഒരു ബോക്സിനകത്ത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയാണ് പോസ്റ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. अप्रैल 16 चार्ली के जन्मदिन के अवसर पर आपके स्कूल में चार्ली की फिल्मों का प्रदर्शन होने वाला है. इसके लिए एक पोस्टर तैयार करें. ഏപ്രിൽ 16 ചാർലിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സബ്സേ ബഡാ ഷോമാൻ എന്ന ചാപ്റ്ററിലാണ് ചാർലിയെ പരിചയപ്പെടുന്നത്, ചാർലി ചാപ്ലിൻ. ആ വ്യക്തിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആപ്കെ സ്കൂൾ മെയിൻ, താങ്കളുടെ സ്കൂളിൽ ചാർലി കി ഫിലിമോ കാ പ്രദർശൻ ഹോനെ വാലാ ഹേ, ചാർലിയുടെ ഫിലിം പ്രദർശനം നടക്കുകയാണ്. ചാർലിയുടെ ഫിലിമുകളുടെ പ്രദർശനം നടക്കുകയാണ്. इसके लिए एक പോസ്റ്റർ തയ്യാർ കരേ, അതിനുവേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പൊ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ആദ്യം പറഞ്ഞു. നമുക്കിവിടെ നമ്മുടെ സ്കൂളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്കൂൾ നെയിം കൊടുക്കാം. ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കൂൾ നെയിം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു ഹെഡിങ് ആയിട്ട് അത് വലുതായിട്ട് തന്നെ കൊടുക്കണം. പറഞ്ഞല്ലോ, അട്രാക്ഷൻ ഉണ്ടാണ്, വലുതായിട്ട് കൊടുക്കുക. അതിപ്പോ നമ്മുടെ സ്കൂൾ, ആപ്കെ സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു സ്കൂൾ, ഞാനിവിടെ സർക്കാരി ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം എന്ന് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് ചാർലി ചാപ്ലിൻ കി ഫിലിമോं का പ്രദർശൻ, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ചാർലി കി ഫിലിമോं का പ്രദർശൻ, അത് നമ്മൾ അവിടെ എടുത്ത് എഴുതി. അതും മെയിൻ ഹെഡിങ്ങിനേക്കാളും കുറച്ച് സൈസ് കുറച്ച് കൊടുക്കുക. അടുത്ത് ഡേറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുണ്ട്. ഏപ്രിൽ 16 ആണ്, ഞാൻ അവിടെ കൊടുത്തു. താരീഖ് 16/4/24 എന്ന് കൊടുത്തു. ഇനി ഫിലിം പ്രദർശനാണെന്ന് വന്നു. നമുക്ക് ഫിലിമോങ്കെ നാം, ചാർലിയുടെ 2 ഫിലിമിന്റെ പേര് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെച്ചോണം. ദി സർക്കസ്, ദി കിഡ് എന്ന് പറയുന്ന 2 ഫിലിം, അതിന്റെ പ്രദർശനം. ഇനി സ്കൂളിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്കൂളിൽ എവിടെയായിരിക്കും, സ്കൂൾ സഭാഗൃഹം എന്നാണ്, സ്കൂൾ സഭാഗൃഹ് എന്ന് കൊടുത്തു. പിന്നെ ടൈം അവിടെ ഇല്ല. ഒരു പോസ്റ്ററിനകത്ത് നമ്മുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു എന്ന് പറഞ്ഞാൽ വരേണ്ട ഒരു കാര്യമാണ്, ടൈം കൊടുക്കണം. അപ്പൊ സമയം എപ്പോഴാ കൊടുത്തത്, ഞാൻ കൊടുത്തിരിക്കുന്നു സുബഹ് 10 ബജെ. പിന്നെ എല്ലാവർക്കും ഏതൊരു പോസ്റ്ററിനകത്തും നമ്മൾ എല്ലാവരെയും സ്വാഗതം, ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും നടക്കുന്നെങ്കിൽ നമ്മൾ എപ്പോഴും അല്ലെ ഏവർക്കും സ്വാഗതം, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് എഴുതുമല്ലോ. അതുപോലെ ഇവിടെയും അവസാനം എന്ത് കൊടുക്കുക, സബ്കാ സ്വാഗത്, ഏവർക്കും സ്വാഗതം. ഇത്രയും എഴുതുമ്പോഴാണ് ഒരു പോസ്റ്റർ. ഇതിനകത്ത് ഇനി വേറെ ഒന്നും വലിച്ചുവാരി എഴുതേണ്ട ആവശ്യമില്ല. ഒരു പോസ്റ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കുക. പേപ്പറിന്റെ മാക്സിമം 1/2 പേജോളമെങ്കിലും എടുക്കുക. ഫുൾ എടുത്താലും കുഴപ്പമില്ല. എഴുതുന്നത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെ പോസ്റ്ററിനകത്ത് എഴുതാവൂ. പിന്നെ നല്ല അട്രാക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ പെൻസിൽ ഉപയോഗിച്ച് നമ്മുടെ പേപ്പറിൽ മാർജിൻ ഉണ്ട്, അത് പോയിട്ട് അകത്ത് ബോക്സ് വരച്ച് തന്നെ എന്ത് ചെയ്യണം, എഴുതണം. അതിൽ എഴുതേണ്ട കാര്യങ്ങൾ മിക്കവാറും ക്വസ്റ്റ്യനകത്ത് തന്നെ കിട്ടും. അഡീഷണൽ 1-2 സെന്റൻസ് മാത്രമേ നമുക്ക് എഴുതേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ലെഗിന്റെ പ്രയോഗവും പോസ്റ്റർ എഴുതുന്ന രീതിയുമാണ് പഠിച്ചത്. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.